എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 14 ശ്ലോകം 27, 28, 29, 30, 31, 32 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഗന്ധർവന്മാരെ പറഞ്ഞയക്കണു. ഇന്ദ്രൻ ഗന്ധർവന്മാര് രാത്രി ആട്ടിൻകുട്ടികളെ കട്ടുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉർവശി ദേഷ്യപ്പെടുന്നു മഹാരാജാവിനോട്. രാജാവ് കിടക്കയെന്ന് നഗ്നനായിട്ട് എണീറ്റോടുന്നു. അങ്ങനെ നഗ്നനായിട്ട് കാണുന്നു. രാജാവിനെ ഉർവശി തിരിച്ചു പോണു. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗംഗണപതയേ നമഃ സരസ്വത്യേ നമഃ ഗുരുഭ്യോ നമഃ. ശ്ലോകം 27. തൗപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാ ഉരണൗ ജഹ്രുർന്യസ്തൗ രാജനി ജായയാ. അവർ മഹാരാത്രിയിൽ തമസി പ്രത്യുപസ്ഥിതേ അന്ധകാരം വ്യാപിച്ചിരിക്കുമ്പോൾ ഉപേത്യ പ്രാപിച്ചിട്ട് ജായയാ ഉർവശ്യ ഭാര്യയായ ഉർവശിയാൽ രാജനി രാജാവിൽ ന്യസ്തൗ ഉരണൗ സമർപ്പിക്കപ്പെട്ട ആട്ടിൻകുട്ടികളെ ജഹ്രു അപഹരിച്ചു. ആ ഗന്ധർവന്മാര് ഭയങ്കരമായിട്ടുള്ള കൂരിരുട്ടുള്ള രാത്രിയാ. അന്ധകാരം എല്ലാ സ്ഥലത്തും ഇങ്ങനെ നിബിഡമായിട്ടുള്ള അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന സമയത്ത് പുരൂരവസിന്റെ രാജധാനിയിൽ അങ്ങോട്ട് വന്നു. അപ്പൊ ഭാര്യയായിട്ടുള്ള ഉർവശി രാജാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ 2 ആട്ടിൻകുട്ടികളെ അവിടെ അപഹരിച്ചു. അപ്പൊ ഈ 2ാമത്തെ യാമത്തിന്റെ ഒടുവിലും 3ാം യാമത്തിന്റെ ആരംഭത്തിലുമുള്ള ഓരോ നാഴിക ചേർന്ന 2 നാഴിക സമയത്തിനാണ് ഈ മഹാനിശ എന്ന് പറയുന്നത്. മഹാനിശ എന്നാണല്ലോ ഇതിൽ പറയണത്, സ്മൃതിയിൽ പറയണതാണ്. മഹാനിശ ദ്വേ ഘടികേ രാത്രോ മധ്യമയാമയോ എന്നാണ് സ്മൃതിയിലെ വചനം. അപ്പൊ കൂരിരുട്ടായിരിക്കുന്ന ആ മഹാനിശയില്. നിശമ്യാക്രന്ദിതം ദേവി പുത്രയോർനിയമാനയോ ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിന. നീയമാനയോ നയിക്കപ്പെടുന്ന പുത്രന്മാരുടെ ആക്രന്ദിതം നിലവിളിയെ നിശമ്യ കേട്ടിട്ട് ദേവി ദേവി പറഞ്ഞു. വീരമാനിന വീരനെന്ന് അഭിമാനിക്കുന്ന കുനാഥേന നപുംസ കുൽസിത ഭർത്താവായ നപുംസകത്താൽ അഹം ഹത അസ്മി ഞാൻ ഹനിക്കപ്പെട്ടവളായി ഭവിച്ചു. ഉർവശിക്ക് അപ്പോഴേക്കും മടുത്തു രാജാവിന്റെ കൂടെ ഉള്ളത്. ഈ മനുഷ്യൻ വേഗം തിരിച്ച് സ്വർഗത്തിലെത്താൻ വൈകിയിരിക്കുകയാണ്. അപ്പൊ ആട്ടിൻകുട്ടികളെ കരച്ചില് കേട്ടപ്പോ രാജാവിനെ ഇങ്ങനെ ശകാരിക്കുകയാണ് കഠിന വാക്കുകളെ കൊണ്ട്. രാജാവിനെ ഉപേക്ഷിക്കാൻ ഭാവിക്കുകയാണ് ഉർവശി. വേഗം അവിടെ സ്വർഗത്തിലെത്താൻ വൈകി. അപ്പൊ ആ ഗന്ധർവന്മാര് പിടിച്ചു കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടികളുടെ നിലവിളി കേട്ടിട്ട് ആ ദേവിയായ ഉർവശി ഇങ്ങനെ പറയാണ്. വീരനെന്ന് അഭിമാനിക്കുന്ന നപുംസകമായ ഈ കുൽസിത ഭർത്താവ് നിമിത്തം ഞാൻ മഹാസങ്കടത്തിലകപ്പെട്ടുവല്ലോ. വീരനാണെന്നൊക്കെയാ ഭാവം. പിന്നെയും പറയണു യത് വിശ്രംഭാദഹം നഷ്ട ഹൃദാവത്യാജദസ്യുഭി യേതേ നിശി സന്ദ്രസ്തോ യഥാ നാരീ ദിവാ പുമാൻ. യത് വിശ്രംഭാൽ യാതൊരുവനിൽ വിശ്വാസം ഹേതുവായിട്ട് ദസ്യുഭി കള്ളന്മാരാൽ ഹൃദാവത്യ ഹരിക്കപ്പെട്ട സന്താനങ്ങളോടുകൂടിയ അഹം നഷ്ട ഞാൻ നശിച്ചു. യാതൊരുവൻ നിശി രാത്രിയിൽ നാരീയഥ സ്ത്രീ എന്ന പോലെ സന്ദ്രസ്ത ഭീതനായിട്ട് ശേതേ ശയിക്കുന്നു പകൽ സമയത്തിൽ പുമാൻ പുരുഷൻ. മഹാരാജാവിനെ കഴിയുന്നത്ര അപമാനിക്കുന്ന വാക്കുകളാണ് ഉർവശി പറയണത്. ഇയാള് എന്റെ മക്കളെ രക്ഷിക്കുമെന്ന് ഞാനിങ്ങനെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ കള്ളന്മാര് എന്റെ സന്താനങ്ങളെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി. മക്കളില്ലാത്ത ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ ഫലം? ഞാൻ നശിച്ചു എന്ന് തന്നെ പറയാം. വീരപുരുഷനല്ല എന്ന് പറഞ്ഞില്ലേ? വീരപുരുഷനല്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ. അതെന്താന്ന് വെച്ചാ രാത്രിയില് സ്ത്രീ എന്ന പോലെ ഭയപ്പെട്ട് കിടക്കണം, പേടിച്ചിട്ട്. കള്ളന്മാര് പുറത്തുണ്ട്, എന്നാലും പുറത്തിറങ്ങാൻ ഭയം. പകൽ സമയത്തോ പുരുഷനെ പോലെ പ്രവർത്തിക്കണം. അതുകൊണ്ട് നപുംസകം, അതാണ് നപുംസകം എന്നാണ് വിളിക്കുന്നത്. നപുംസാ വീരമാനിന എന്ന് പറഞ്ഞില്ലേ? ഇതി വാക്സായകൈർവിദ്ധ പ്രതോത്രൈരിവ കുഞ്ചര നിശി നിസ്ത്രീം ശമാദായ വിവസ്ത്രോഭ്യദ്രവത്
രുഷാ ഇതി വാക്സായകൈഹി ഇപ്രകാരം വാഗ്ബാണങ്ങളാൽ പ്രതോത്രൈഹി തോട്ടികൾ കൊണ്ട് കുഞ്ചരൈവ ആനയെന്ന പോലെ വിദ്ധ മുറിക്കപ്പെട്ടവനായിട്ട് രുഷാ രോഷത്തോടുകൂടി നിശി രാത്രിയിൽ നിസ്തൃംശമാതായ വാളെടുത്തിട്ട് വിവസ്ത്ര നഗ്നനായിട്ട് അഭിദ്രവിച്ചു. അങ്ങോട്ട് കേട്ടില്ലേ ഉർവശിയുടെ വാക്കുകളാകുന്ന ബാണങ്ങള് രാജാവിന്റെ ഹൃദയത്തിൽ തറച്ചു. ഇത്രയും കാമാതുരയായിട്ട് സ്നേഹത്തോടു കൂടി പറഞ്ഞിരുന്ന ആ ഉർവശിയുടെ ആ മുഖത്തിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ കേൾക്കണത്. അങ്കുശം കൊണ്ട് കുത്തി മുറിപ്പെടുത്തിയ ആനെ പോലെ അസഖ്യം. അത് കേട്ടിട്ട് ഭയങ്കര വിഷമമായി, കോപവും വന്നു രാജാവിന്. അങ്ങനെ വസ്ത്രമൊന്നും എടുക്കാതെയാണല്ലോ കിടന്നിരുന്നത്. അതുപോലെ തന്നെ എണീട്ട് അങ്ങോട്ട് പോയി നഗ്നനായിട്ട് വാളും കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് പാഞ്ഞു ആടുകളെ രക്ഷിക്കാൻ. തേ വിസൃജ്യോരണൗ തത്ര വ്യദ്യോതന്തസ്മ വിദ്യുത ആദായമേഷാവായാന്തം നഗ്നമൈക്ഷത സപതിം തേ അവർ ഉരണൗ ആട്ടിൻകുട്ടികളെ തത്ര വിസൃജ അവിടെ ഉപേക്ഷിച്ചിട്ട് വിദ്യുത മിന്നലുകളെ വിദ്യോതന്ത വിദ്യോതിപ്പിച്ചു. സ അവൾ മേഷൗ ആദായ മേഷങ്ങളെ ആദാനം ചെയ്തിട്ട് ആയാന്തം വരുന്ന പതിയെ നഗ്നം ഐക്ഷത നഗ്നനായിട്ട് കണ്ടു. രാജാവ് ഓടി വരണ കണ്ടപ്പോ വേഗം ഗന്ധർവന്മാരെ ആട്ടിൻകുട്ടികളെയൊക്കെ അവിടെ തന്നെ വിട്ട് പോയി തിരിച്ചു പോവാണ്. അപ്പൊ രാജാവ് ആട്ടിൻകുട്ടികളെ കൊണ്ട് ഉർവശിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഗന്ധർവന്മാരെന്ത് ചെയ്തു? ഇടിമിന്നൽ പോലെ ഒരു മിന്നലും പ്രകാശങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഉർവശി രാജാവിന്റെ പിന്നാലെ വരണു. ഉർവശി രാജാവിനെ നഗ്നനായിട്ട് കണ്ടു. അതന്നെയാണല്ലോ അവരുടെ ഉദ്ദേശം. അപ്പൊ രാജാവിനോട് ഉർവശി ചെയ്തിരിക്കണത് ശപഥം ഇതാണല്ലോ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഗന്ധർവന്മാര് ചെയ്തിരിക്കണത്. വേണ്ടതൊക്കെ അവര് ചെയ്തു. അങ്ങനെ അപ്പൊ തന്നെ ഉർവശി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഐലോപിശയനേ ജായാം അപശ്യൻ വിമനായിവ തച്ചിത്തോ വിഹ്വല ശോചൻ ബഭ്രാമോന്മത്തവൻ മഹീം. ശയനെ ശയനത്തിൽ ജായാം ഭാര്യയെ അവശ്യൻ കാണാതിരിക്കുന്ന ഐള അപി പുരൂരവസ്സും വിമനായിവ മനനശക്തി ഇല്ലാത്തവനെന്ന പോലെ തച്ചിത്ത അവളിൽ ചിത്തത്തോടു കൂടിയവനും വിഹ്വല വിവശനും ശോചൻ ദുഃഖിക്കുന്നവനുമായിട്ട് ഉന്മത്തനെ പോലെ മഹീം ഭൂമിയെ ബഭ്രാമ ചുറ്റി സഞ്ചരിച്ചു. ആട്ടിൻകുട്ടികളെ കൊണ്ട് വന്നു നോക്കിയപ്പോ എന്താ ശയനത്തില് ഭാര്യയെ കാണാനില്ല, ഉർവശിയെ കണ്ടില്ല. രാജാവിനുണ്ടായ ഒരു ദുഃഖം, വിചാരശക്തിയൊക്കെ നിശേഷം നശിച്ചു പോയ മട്ടില് മനസ്സ് മുഴുവൻ ഉർവശിയിൽ തന്നെ. ആ ഉർവശി എന്ന് മാത്രം അദ്ദേഹത്തിന് ചിന്ത ഇതേവരെ ഉണ്ടായിട്ടുള്ളൂ. ഭ്രാന്ത് പിടിച്ച പോലെയായി അദ്ദേഹം എന്നാ പറയുന്നത്. എങ്ങനെയാ ഇപ്പൊ ഉർവശിയെ കണ്ടുപിടിക്കുക? എങ്ങനെയെങ്കിലും ഉർവശിയെ കണ്ടുപിടിച്ച് ആ ഉർവശിയോട് തന്നെ ചേർന്ന് രമിക്കണം. അങ്ങനെ ഭൂമിയിൽ പല ദിക്കിലും ഇങ്ങനെ ഭ്രാന്തനെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് അദ്ദേഹം. പിന്നെതാ ആ കുരുക്ഷേത്രത്തില് എത്തുമ്പോ ഉർവശി അവിടെ കാണും. സരസ്വതി നദിയുടെ തീരത്ത് കാണുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ